ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? അതായത് ഇന്ത്യയിലേക്ക് മയക്കുമരുന്നും ആയുധങ്ങളും കടത്തുന്ന ഒരു ചോട്ട ചൈന. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്, അഥവാ യുണൈറ്റഡ് വാർ സ്റ്റേറ്റ് ആർമി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡെഫിനിഷനിലേക്ക് കടക്കുവാണ്. നമ്മൾ നേരത്തെയുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ഒരു സ്റ്റേറ്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ ബൗണ്ടറി ഉണ്ടാകും, കൃത്യമായ ജനസംഖ്യ ഉണ്ടാവും, ഒരു ഗവൺമെൻറ് ഉണ്ടാവും, ഒരു പരമാധികാരം ഉണ്ടാവും. അപ്പോൾ ഇത് നാലും ചേർന്നാണ് നമ്മൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം ഭൂട്ടാൻ, ജർമ്മനി, ഇത് രണ്ടും നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഇവർക്ക് കൃത്യമായ അതിർത്തിയുണ്ട്, അതിൽ വ്യക്തമായൊരു ജനസംഖ്യയുണ്ട്, ഒരു ഗവൺമെൻറ് ഉണ്ട്, അവർക്ക് അവരുടെ പരമാധികാരമുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്സ് പല രീതിയിലാവാം. ചില സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ട ഫങ്ഷൻസ് നടത്തുന്നതിൽ അവർ പൂർണ്ണമായും പരാജയപ്പെടും. ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സിൽ സമാധാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എപ്പോഴും യുദ്ധമായിരിക്കാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സിൻ്റെ സമ്പദ് വ്യവസ്ഥ ആകെ തകർന്ന് നടക്കുമായിരിക്കാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ ഭയങ്കര കറപ്ഷനായിരിക്കാം, ഗവൺമെൻറ്റിന് ഒരുവിധ സൗകര്യങ്ങൾ ഒരുക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ പ്രാക്ടിക്കലി ആ സ്റ്റേറ്റ് പരാജയപ്പെട്ടു. അപ്പോൾ അതിൻ്റെ നല്ല ഉദാഹരണമാണ് നമുക്ക് സൊമാലിയ കാണാം. സൊമാലിയ ഒരു രാജ്യം എന്ന് പറഞ്ഞാലും അവിടെ 4-5 ചെറിയ ചെറിയ രാജ്യങ്ങൾ പോലെയാണ്. അത് ഓരോ സ്ഥലവും ഭരിക്കുന്ന ഓരോ മാഫിയകളും തീവ്രവാദ ഗ്രൂപ്പുകളുമാണ്. നമ്മളിപ്പോൾ ഉദാഹരണം പറയില്ലേ, പണ്ട് കാലത്ത് നമ്മുടെ പഴയകാല ബോംബെയുടെ അവസ്ഥ. പല സ്ഥലത്തും സർക്കാരിനോ അല്ലെങ്കിൽ നമ്മുടെ പോലീസിനോ അധികാരം ഉണ്ടാവില്ല, പലതും പല ഗ്യാങ്ങുകളുടെ കീഴിലായിരിക്കും. അപ്പോൾ അതുപോലെയാണ് ഈ ഫെയിൽഡ് സ്റ്റേറ്റ്സ്. ഇനി എന്താണ് ക്വാസി സ്റ്റേറ്റ്സ്? അപ്പോൾ ചില സ്റ്റേറ്റ്സിന്, ചില ഭാഗങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബൗണ്ടറി ഉണ്ടാവും, അതിലൊരു ജനസംഖ്യ ഉണ്ടാവും, അതിലൊരു ഗവൺമെൻറ് ഉണ്ടാവും. പക്ഷെ അവരെ ലോകം അവരെ സ്വതന്ത്രമായിട്ട് അംഗീകരിക്കുന്നില്ല. അതിനാണ് ക്വാസി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ലോകം അംഗീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പല ഏരിയകളും നമ്മുടെ ലോകത്തുണ്ട്. ഉദാഹരണം ഇറാഖിന് വടക്കുള്ള കുർദിസ്ഥാൻ റീജിയണൽ ഗവൺമെൻറ്. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ പട്ടാളമുണ്ട്, അവരുടെ പാർലമെൻ്റ്, അവരുടെ ഗവൺമെൻറ് ഉണ്ട്, അവരുടെ ജനങ്ങളുണ്ട്. പക്ഷേ ലോകം അവരെ ഇറാഖിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതാണ് ക്വാസി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന വേറൊരു ഡെഫിനിഷനാണ് നാർക്കോ സ്റ്റേറ്റ്. എന്താണ് നാർക്കോ സ്റ്റേറ്റ്? നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്. അപ്പോൾ ഏതെങ്കിലും രാജ്യം ഇപ്പോൾ അവരുടെ പ്രധാന വരുമാനം മയക്കുമരുന്നിൻ്റെ പ്രൊഡക്ഷനോ അതിൻ്റെ വിൽപ്പന വഴിയാണ് നേടുന്നതെങ്കിൽ അതിനാണ് നാർക്കോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്ത് പല യുദ്ധപ്രഭുക്കന്മാരുടെ കീഴിലായിരുന്നു. അപ്പോൾ അവർ പ്രധാനമായിട്ടും വരുമാനം നേടിയിരുന്നത് മയക്കുമരുന്ന് വിറ്റാണ്. അതിനാണ് നാർക്കോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഡെഫിനിഷൻസ്. എന്താണ് സ്റ്റേറ്റ്, എന്താണ് ഫെയിൽഡ് സ്റ്റേറ്റ്, എന്താണ് ക്വാസി സ്റ്റേറ്റ്, എന്താണ് നാർക്കോ സ്റ്റേറ്റ്. ഇനി നമ്മൾ നമ്മുടെ അയൽ രാജ്യമായ ബർമയെ പറ്റിയാണ് പറയുന്നത്. ബർമ അല്ലെങ്കിൽ മ്യാൻമാർ. ഇപ്പോൾ പണ്ട് കാലത്ത് ബർമ അല്ലെങ്കിൽ മ്യാൻമാർ ഭരിച്ചിരുന്ന ശക്തമായ രാജവംശങ്ങളാണ്. അപ്പോൾ അവരെന്നും നമ്മുടെ ഇന്ത്യയൊക്കെ ആക്രമിക്കുമായിരുന്നു. നമ്മുടെ ആസാമും മണിപ്പൂരും നാഗാലാൻഡൊക്കെ പലപ്പോഴും ഇവരുടെ ഭാഗമായിരുന്നു. അങ്ങനെ സുശക്തമായ ഒരു ബർമയായിരുന്നു പണ്ടുള്ളത്. അവർക്ക് ശക്തമായ സൈന്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം ഇന്ത്യ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കീഴടക്കും. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബർമീസ് ഗവൺമെൻറ്റായിട്ട് യുദ്ധത്തിലേക്ക് വരും. അങ്ങനെ 1824-ലും 1850-ലും 1885-ലും അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബർമയായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടും. ഈ 3 യുദ്ധങ്ങളിലും ബർമ പരാജയപ്പെടും. അങ്ങനെ ബർമ പൂർണ്ണമായും ഒരു ബ്രിട്ടീഷ് കോളനിയാവും. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിലായിരിക്കും ബർമ. ബ്രിട്ടീഷുകാർ അവിടെ ധാരാളം ബിസിനസ്സുകളൊക്കെ സ്ഥാപിക്കും. ഉദാഹരണം നെല്ലിൻ്റെ ബിസിനസ്, തേക്കിൻ്റെ ബിസിനസ്, പലവിധ വിലയേറിയ കല്ലുകളുടെ ബിസിനസ്. അങ്ങനെ ഒരു ബ്രിട്ടീഷ് കോളനി ആയിരിക്കും ബർമ. അത് ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഭരിക്കുന്നത്. അന്നതറിയപ്പെടുന്നത് ബർമ എന്നാണ്. അപ്പോൾ അന്ന് നോക്കുവാണെങ്കിൽ 1937 വരെ ഈ ബർമയെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ്. അതിനുശേഷമാണ് അതൊരു സ്വതന്ത്ര യൂണിറ്റ് ആക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലെ പോലെ ബർമയിലും ഒരു ദേശസ്നേഹ സമരമൊക്കെ വരും, ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സമരം വരും. അങ്ങനെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബർമ സ്വതന്ത്രവും.
1948 ബർമ്മയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടും. ബ്രിട്ടീഷുകാർ ബർമ്മ പോകും. ഇനി നമ്മൾ ബർമ്മ എന്ന രാജ്യം നോക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ചരിത്രം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ആ രാജ്യത്തിൻ്റെ ജിയോഗ്രഫി നോക്കുക, ആ രാജ്യത്തിൻ്റെ വംശീയത നോക്കുക. ഇപ്പോൾ ബർമ്മ എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട ചില നദികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നദിയാണ് ഇറാവതി. അപ്പോൾ ഈ നദി ഒഴുകുന്ന, നദിയും അതിൻ്റെ കൈവഴിയും ഒഴുകുന്ന പ്ലെയിൻസ് ഉണ്ട്, സമതല പ്രദേശങ്ങളുണ്ട്. അവിടെയാണ് ബർമ്മയിലെ ഭൂരിപക്ഷമായ ബാമറുകൾ. അവരാണ് ബർമ്മയിലെ ഭൂരിപക്ഷം. അവർ ബർമ്മയുടെ ജനസംഖ്യയുടെ 60 തുടങ്ങി 70% വരെ വരും. അവർ താമസിക്കുന്ന പ്രധാനപ്പെട്ട തെക്കൻ ബർമ്മയിലുള്ള, മധ്യ ബർമ്മയിലുള്ള പ്ലെയിൻസിലാണ്, അല്ലെങ്കിൽ സമതലങ്ങളിലാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ബർമൻസിൻ്റെ കേന്ദ്രമാണ്. ബർമൻസ് ബഹുഭൂരിപക്ഷം ബർമീസ് ഭാഷ സംസാരിക്കുന്നവരും ബുദ്ധമതക്കാരുമാണ്. ഇനി ബർമ്മയുടെ ഭൂമിശാസ്ത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ബർമ്മ അല്ലെങ്കിൽ മ്യാൻമാർ, അതിൻ്റെ വടക്കൻ പ്രദേശം, ഇന്ത്യയുമായിട്ട് ബോർഡർ ചെയ്യുന്ന പടിഞ്ഞാറൻ പ്രദേശം, തായ്ലൻഡായിട്ടൊക്കെ ബോർഡർ ചെയ്യുന്ന കിഴക്കൻ പ്രദേശം, ഇവിടെയെല്ലാം ധാരാളം മലകൾ, കുന്നുകൾ, കാടുകളൊക്കെയാണ്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് ഇങ്ങോട്ട് ഏത് ഗവൺമെൻറ്റിനും നിയന്ത്രണം ചെലുത്താൻ ഭയങ്കര പാടാണ്. കാരണം അങ്ങോട്ട് പട്ടാളക്കാരെത്തിക്കാനും ഗവൺമെൻറ് സർവൻസിന് എത്തിക്കാനൊക്കെ പാടാണ്. അത് ഭയങ്കര വലിയ മലകളും കുന്നുകളും കാടുകളൊക്കെയാണ്, ഭയങ്കര കാടൊക്കെയാണ്. അപ്പോൾ നമ്മൾ ബർമ്മ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ബർമ്മയിലെ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്നത്. അതായത് പല വംശങ്ങളുണ്ട്. ഉദാഹരണം ചിൻ വംശജർ, കച്ചിൻ വംശജർ, ഷാൻ വംശജർ, വാ വംശജർ, ഇവരെല്ലാം ബർമ്മയുടെ ഈ ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്. ഇവയെല്ലാം ഒന്നല്ലെങ്കിൽ ഇന്ത്യ, ചൈന, തായ്ലൻഡ് മുതലായ രാജ്യങ്ങളുടെ അതിർത്തിയിലായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഭയങ്കര മലയും കാടും ഒക്കെയാണ്. അപ്പോൾ അവിടെ എപ്പോഴും ബർമീസ് ഗവൺമെൻറ്റിന് നിയന്ത്രണം ചെലുത്താൻ ഭയങ്കര പാടാണ്. അപ്പോൾ ബർമ്മയുടെ ഭൂമിശാസ്ത്രവും ബർമ്മയുടെ വംശീയത നോക്കുകയാണെങ്കിൽ വളരെ ഒരു പ്രത്യേക പാറ്റേണിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ബർമ്മയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1948 സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ബർമ്മയിൽ സമാധാനം ഉണ്ടായിട്ടില്ല. അവിടെ അന്നേ ആഭ്യന്തര യുദ്ധമുണ്ട്. ഒരു ഭാഗത്ത് ബർമ്മയുടെ പട്ടാളമുണ്ട്. അവർ 1960 ബർമ്മയുടെ ഭരണം പിടിക്കും. അപ്പോൾ ബർമീസ് പട്ടാളത്തെയാണ് തത്മദോവ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ പാകിസ്ഥാൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. പട്ടാളത്തിന് ബർമീസ് രാഷ്ട്രീയത്തിൽ ഭയങ്കര റോളാണ്. എപ്പോഴും ബർമീസ് രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതിൽ പട്ടാളത്തിന് വലിയ പങ്കുണ്ട്, സൈനിക മേധാവികൾക്ക് വലിയ പങ്കുണ്ട്. ബർമ്മയുടെ സമ്പദ് വ്യവസ്ഥയിൽ അവിടുത്തെ ഗ്യാസ് റിഫൈനറികൾ, ഓയിൽ എണ്ണപ്പാടങ്ങൾ, അവിടുത്തെ ഈ വജ്രം കിട്ടുന്ന ഖനികൾ, തേക്കിൻ്റെ പാടങ്ങൾ, പല ബിസിനസ്സുകൾ, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ബർമീസ് പട്ടാളമാണ്. ഇപ്പോൾ ബർമീസ് പട്ടാളത്തിൻ്റെ ഒരു മർദ്ദക ഭരണമാണ് നമ്മൾ ബർമ്മയെ കാണുന്നത്. ഭയങ്കര ആഭ്യന്തര യുദ്ധമുണ്ട്. പല സ്ഥലത്തും ബർമീസ് പട്ടാളം നടത്തുന്ന ക്രൂരതകളുണ്ട്. കൊള്ള, കൊലപാതകം, ബലാത്സംഗം, അങ്ങനെയുള്ള ക്രൂരതകളുണ്ട്. അങ്ങനെ നമ്മൾ ബർമ്മയുടെ 75 കൊല്ലത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ ബർമ്മയിൽ എപ്പോഴും യുദ്ധമാണ്. അപ്പോൾ ബർമ്മയിൽ ഈ വംശീയ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ പലവരും അവരുടെ നിയന്ത്രണത്തിലാണ്. അതായത് കുറേ ഏരിയ കച്ചിൻ എന്ന് പറഞ്ഞ റിബലുകളുടെ കീഴിലാണ്, കുറേ ഏരിയ ഷാൻ റിബലുകളുടെ കീഴിലാണ്, കുറേ ഏരിയ വാ റിബലുകളുടെ കീഴിലാണ്. അവിടെയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാസി സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റ് വയ്ക്കാം. അവിടെയെല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുവാണെങ്കിൽ പഴയ ബോംബെ പോലെയാണ്. അതായത് പല സ്ഥലത്തും ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ പോലീസിനോ ശക്തിയില്ല, ഓരോ ദാതാക്കളുടെ കയ്യിലാണ്, നമ്മുടെ ധാരാവി എന്നൊക്കെ പറഞ്ഞ പോലെ. അങ്ങനെ ബർമ്മയുടെ പല ഭാഗങ്ങളും ഭരിക്കുന്നത് ഓരോരോ വംശീയ ഗ്രൂപ്പുകളെയാണ്. അവരെയാണ് എത്നിക് ആംഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബർമ്മയുടെ 75 കൊല്ലത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ ബർമ്മയ്ക്ക് പൂർണ്ണമായിട്ടും ഒരു ഐക്യം വരാൻ സാധിച്ചിട്ടില്ല. ബർമ്മയിൽ ഭയങ്കര അഴിമതിയുണ്ട്, ഭയങ്കര അടിച്ചമർത്തലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബർമ്മയുടെ അവസ്ഥ. അപ്പോൾ ഇന്ത്യയായിട്ടും ചൈനയായിട്ടും തായ്ലൻഡായിട്ടൊക്കെ അതിർത്തിയുള്ള പല പ്രദേശങ്ങളും ബർമീസ് ഗവൺമെൻറ്റിന് നിയന്ത്രണമില്ല, അവിടെ റിബൽ ഗ്രൂപ്പുകളുടെ കൺട്രോളിലാണ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു റിബൽ ഗ്രൂപ്പാണ്. അപ്പോൾ ആ റിബൽ ഗ്രൂപ്പിൻ്റെ പേരാണ് യുണൈറ്റഡ് വാ സ്റ്റേറ്റ് ആർ. ഇനി വാ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്, അത് ബർമ്മയുടെ ചൈന ബോർഡറിലാണ്. അപ്പോൾ അവിടെ താമസിക്കുന്ന ജനങ്ങളാണ് വാ എന്ന എത്നിക് ഗ്രൂപ്പാണ് അവർ, വാ, WA. അപ്പോൾ ചരിത്രപരമായിട്ട് നോക്കുവാണെങ്കിൽ അവരൊരു സ്വതന്ത്ര ഗ്രൂപ്പാണ്. അവർക്ക് ചൈനക്കാരൊക്കെ ആയിട്ട് ഭയങ്കര സാമ്യമുണ്ട്. അപ്പോൾ 1950കളുടെ തുടക്കത്തിൽ നോക്കുവാണെങ്കിൽ ബർമ്മയിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ബർമ്മ, CPB. അവർ ബർമീസ് സർക്കാരുമായിട്ട് ഭയങ്കര യുദ്ധത്തിലായിരുന്നു. അങ്ങനെ ഈ
ഏരിയകൾ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ അന്ന് ഈ വാ എന്ന് പറഞ്ഞ എത്നിക് ഗ്രൂപ്പിലുള്ള ജനങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പിന്നീട് 80കളുടെ അവസാനത്തിൽ ബർമീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊരു പ്രശ്നം വരും. അങ്ങനെ അവിടുത്തെ വാ എന്ന എത്നിക് ഗ്രൂപ്പിലെ ആൾക്കാർ അതിനോട് കലഹിക്കും. അങ്ങനെ അവർ 1989 രൂപീകരിക്കുന്ന പാർട്ടിയാണ് യുണൈറ്റഡ് വാ സ്റ്റേറ്റ് പാർട്ടി, UWSP. അങ്ങനെ അവർക്ക് സ്വന്തമായിട്ടൊരു സൈന്യമുണ്ട്, അതാണ് യുണൈറ്റഡ് വാ സ്റ്റേറ്റ് ആർമി, UWSA. അപ്പം നമ്മൾ ഇതിൻ്റെ ചരിത്രം പറയുവാണെങ്കിൽ ഈ വാകള ഞാനൊരു ചോട്ട ചൈന എന്ന് പറയും. എന്തുകൊണ്ടാണ് ചൈന എന്ന് പറയുന്നത്? ഈ വാ എന്ന് പറഞ്ഞ ജനതയ്ക്ക് 100 കണക്കിന് കൊല്ലം കൊണ്ടായിട്ട് ചൈനയായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ പാർട്ടി യുണൈറ്റഡ് വാ സ്റ്റേറ്റ് പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മോഡലിലാണ് കംപ്ലീറ്റ്. അപ്പോൾ ഒരു ഏകാധിപത്യ ഭരണമാണ് ഈ റീജിയണിൽ. അവിടെ യുണൈറ്റഡ് വാ സ്റ്റേറ്റ് പാർട്ടിയാണ്, അവർ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവിധ ഭരണ സംവിധാനം കോപ്പിയടിച്ചാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയെ പറ്റി പഠിക്കുന്ന ഒരു സ്വീഡിഷ് വിദഗ്ധനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് ബെർട്ടിൽ ലിന്നർ. അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ വാ സ്റ്റേറ്റിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ചൈനീസ് മാൻഡറിൻ ആണ്. അപ്പോൾ ഒരു കൊച്ചു ചൈനയാണ് എല്ലാ രീതിയിലും. അവരുടെ പാർട്ടി, അവരുടെ ഗവൺമെൻറ് എല്ലാം ചൈനീസ് മോഡൽഡാണ്. അവരുപയോഗിക്കുന്ന ഭാഷ ചൈനീസ് ഭാഷയാണ്. ഇനി ഇവരുടെ സമ്പദ് വ്യവസ്ഥ ഭയങ്കര ചൈനയായിട്ട് അടുത്ത് കിടക്കുവാണ്. അപ്പോൾ നമുക്കതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഇവർക്ക് ഭയങ്കര ബിസിനസ്സുകളുണ്ട്. ഇവർക്ക് ചായത്തോട്ടമുണ്ട്, റബ്ബറിൻ്റെ തോട്ടമുണ്ട്, ടിന്നിൻ്റെയൊക്കെ വലിയ വലിയ മൈനുകളുണ്ട്. ഇനി വേറൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാസിനോസ് ഉണ്ട്. അപ്പോൾ ഈ ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞ ബിസിനസ്സുണ്ട്, അതായത് ചൂതുകളി, അതിൻ്റെ കേന്ദ്രമാണ് ഈ റീജിയൻ. അതുപോലെ വേറൊന്ന് നമ്മൾ അടുത്ത കാലത്ത് അറിയുന്നുണ്ട്, ഈ സൈബർ സ്കാം സെൻറ്റേഴ്സ് ഉണ്ട്. അതായത് IT ജോലി തരാമെന്ന് പറഞ്ഞവർ ആൾക്കാരെ വിളിക്കും. അങ്ങനെ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആയിരങ്ങളും കൂടെ പോകും. അവരുടെയൊക്കെ പാസ്പോർട്ട് പിടിച്ചു വെച്ച് അവരെ ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പല സൈബർ തട്ടിപ്പുകളും ചെയ്യും. അങ്ങനത്തെ സൈബർ തട്ടിപ്പുകളുടെ ഒരു കേന്ദ്രമാണ് ഈ വാ റീജിയൻ. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു മാഫിയ എക്കോണമിയാണ് ഇവിടെ, നമ്മുടെ പഴയ ധാരാവി പോലെ. ഒരു ഭാഗത്ത് മാന്യമായ കൃഷിയൊക്കെ ഉണ്ട്, അതായത് നമ്മുടെ ചായപ്പൊടി, തേയിലയുടെ കൃഷി, റബ്ബറിൻ്റെ കൃഷി, ടിന്ന് മൈൻ ചെയ്യുന്നു, നമ്മുടെ കരിമ്പ്. പക്ഷെ മറുഭാഗത്ത് ഇവിടെ ഒരു ക്രിമിനൽ എക്കോണമിയുണ്ട്. നമ്മൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഈ ക്രിമിനൽ എക്കോണമിയാണ് ഇവരൊരു ക്രൈം സ്റ്റേറ്റ് ആക്കുന്നത്. അപ്പോൾ എന്താണ്? ഒന്ന് ഗാംബ്ലിങ്, കാസിനോസ് ഉണ്ട്, അത് പലതും നിയമവിരുദ്ധമാണ്. പിന്നൊന്ന് സ്കാം സെൻറ്റേഴ്സ് ഉണ്ട്, അതിൽ ആയിരക്കണക്കിന് ആൾക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്നുണ്ട്. വേറൊന്ന് ഇവർക്ക് മയക്കുമരുന്നിൻ്റെ കച്ചവടമുണ്ട്. അപ്പം മെറ്റാമാഫ്റ്റമിൻ എന്നൊക്കെ പറയുന്ന ഡ്രഗ്സ്, ഹെറോയിൻ, ഇതെല്ലാം ഇത് ഇടുക്കി പോലത്തെ സ്ഥലമാണ്, ഭയങ്കര മലയും കുന്നൊക്കെയാണ്. ഇവിടെ ഇവർ വളർത്തിയിട്ട് ഇവർ സംസ്കരിച്ചെടുക്കും. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ ഡ്രഗാണ് യാബ. അത് ഭയങ്കര വലിയൊരു മയക്കുമരുന്നാണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ യുണൈറ്റഡ് വാ സ്റ്റേറ്റ് എന്ന സ്റ്റേറ്റിൻ്റെ സമ്പത്ത് വ്യവസ്ഥ ഒരു ക്രിമിനൽ, ഒരു നാർക്കോ സ്റ്റേറ്റാണ്. പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമാണ്. ഇനി ഇവർ കച്ചവടം ചെയ്യുന്ന മെയിൻലി ചൈനയായിട്ടാണ്. അപ്പോൾ ഇവരുടെ പല കാർഷിക പ്രൊഡക്റ്റുകളും എല്ലാം ഇവർ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരുപയോഗിക്കുന്ന ചൈനീസ് കറൻസിയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുടെ പാർട്ടി, ഇവരുടെ ഗവൺമെൻറ്, ഇവരുടെ സമ്പദ് വ്യവസ്ഥ എല്ലാം ചൈനീസ് മോഡലിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവരൊരു ചോട്ട ചൈന, നമ്മൾ ചോട്ട മുംബൈ എന്നൊക്കെ പറഞ്ഞ പോലെ ചോട്ട ചൈന എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റീജിയനെ ഞാനൊരു ക്വാസി സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഇവർക്ക് സ്വന്തമായിട്ട് ഗവൺമെൻറ് ഉണ്ട്, സ്വന്തമായിട്ട് മന്ത്രിസഭയുണ്ട്, സ്വന്തമായിട്ട് ഗവൺമെൻറ് സർവീസുകളെല്ലാം തന്നെ ഇവർ കൊടുക്കുന്നു. ഇവരുടെ ജനങ്ങൾക്ക് ഇവർ വിദ്യാഭ്യാസം കൊടുക്കുന്നു. സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, കമ്പനികളുണ്ട്. അങ്ങനെ മ്യാൻമാറിൻ്റെ അകത്തൊരു ചോട്ട ചൈനയാണിവർ. ഇനി നമുക്ക് ഇവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഇവരുടെ സൈന്യമാണ്. അപ്പോൾ ഇവർക്ക് ഏകദേശം 30,000-ഓളം വളരെയധികം പരിശീലനം സിദ്ധിച്ച പോരാളികളുണ്ട്. അതിനാണ് യുണൈറ്റഡ് വാ സ്റ്റേറ്റ് ആർമി എന്ന് പറയുന്നത്. ഇവർക്ക് ചൈനയുമായിട്ട് ഭയങ്കര ക്ലോസ് ബന്ധമുണ്ട്. ഇവരുടെ സൈന്യത്തെ രൂപീകരിച്ചിരിക്കുന്നത് ചൈനീസ് സൈന്യമായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ലൈനിലാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ പല എക്യുപ്മെൻറ്റ്സും ഇവർ ചൈനയുടെ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പല ഫോട്ടോസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് കാണാം ലോകത്തെ സ്വന്തമായിട്ട് ഹെലികോപ്റ്ററുള്ള റിബൽ ഗ്രൂപ്പാണ് യുണൈറ്റഡ് വാ സ്റ്റേറ്റ് ആർമി. അവർക്ക് ഹെലികോപ്റ്ററുകളുണ്ട്, എയർ ടു എയർ മിസൈലുകളുണ്ട്, വിമാന വിരുദ്ധ സിസ്റ്റം മാൻ പവറുണ്ട്, മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് അതുണ്ട്, റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനേഡുണ്ട്, തോക്കുണ്ട്, ബോംബുണ്ട്. അങ്ങനെ വ്യക്തമായിട്ടൊരു കൊച്ചു രാജ്യമാണ് ഇവിടെ. സ്വന്തമായിട്ട് ഗവൺമെൻറ്റും
സ്വന്തമായിട്ട് എല്ലാ ആയുധമുള്ള പട്ടാളവും, സ്വന്തമായിട്ട് സമ്പദ് വ്യവസ്ഥ, സ്വന്തമായിട്ട് സ്കൂള്, സ്വന്തമായിട്ട് ഹോസ്പിറ്റല്, ഗവൺമെൻറ് സർവീസ്, അങ്ങനെ ശരിക്കും ഒരു ചോട്ട സ്റ്റേറ്റാണ്. അപ്പോൾ ഇതാണ് യുണൈറ്റഡ് വാസ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഇത് മ്യാൻമാറിലാണ്, ഇന്ത്യയുടെ വടക്ക് കിഴക്കിൻ്റെ അടുത്താണ്. ഇവിടെ അവരാണ് ഭരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇന്ത്യക്കൊരു വലിയ ഭീഷണിയാവുന്നത്? അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ യുണൈറ്റഡ് വാസ്റ്റ് സ്റ്റേറ്റ് ആർമിയെ ഒരു രീതിയിൽ സഹായിക്കുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയ്ക്ക് ഒരു ആയുധ കമ്പനിയുണ്ട്, അതിൻ്റെ പേര് നൊറിൻകോ എന്നാണ്, NORINCO. അവർ വളരെ സൂപ്പർ വെപ്പൺസൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഈ നൊറിൻകോയുടെ ആയുധങ്ങൾ അവർ വിൽക്കുന്നത് എങ്ങോട്ടാണ്? ഈ യുണൈറ്റഡ് വാസ്റ്റ് സ്റ്റേറ്റ് ആർമിക്കാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര സൗഹൃദ ബന്ധമാണ്. യുണൈറ്റഡ് വാസ്റ്റ് സ്റ്റേറ്റ് ആർമി ഈ ചൈനീസ് ആയുധങ്ങൾ അവരെടുത്തിട്ട് അവർ നമ്മുടെ വടക്ക് കിഴക്കിലെ പല റിബൽ ഗ്രൂപ്പുകൾക്ക്, ഇപ്പോൾ നമ്മുടെ മണിപ്പൂരിലെ ഗ്രൂപ്പുകൾ, അതുപോലെ നമ്മുടെ നാഗാലാൻഡിലെ ഗ്രൂപ്പുകൾ ഇവർക്കൊക്കെ വിൽക്കുന്നുണ്ട്. അങ്ങനെ ചൈനീസ് ആയുധങ്ങൾ വടക്ക് കിഴക്കൻ റിബലുകൾക്ക് വിൽക്കുന്ന ഒരു ഇടനിലക്കാരാണ് ഇവർ. അതുവഴി ധാരാളം ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വടക്ക് കിഴക്കുള്ള നാഗ റിബല്, മീസോ റിബല്, മണിപ്പൂർ റിബല്, ഇവർക്കെല്ലാം ആയുധം സപ്ലൈ ചെയ്യുന്നത് ആരാണ്? യുണൈറ്റഡ് വാസ്റ്റ് സ്റ്റേറ്റ് ആർമിയാണ്. ഇവർ സപ്ലൈ ചെയ്യുന്ന ആയുധമാരുടെയാണ്? ചൈനയുടെയാണ്. അതുപോലെ ഇവരുടെ മയക്കുമരുന്ന്, ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന മയക്കുമരുന്ന്, ഈ റീജിയനാണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് മ്യാൻമാർ, ലാവോസ്, തായ്ലൻഡ്, ഇതിൻ്റെ ഭാഗങ്ങൾ ഭയങ്കര കാടും മലയൊക്കെയാണ്. ഇവിടെ ഭയങ്കര മയക്കുമരുന്നിൻ്റെ പ്രൊഡക്ഷനുണ്ട്. അങ്ങനെ മെറ്റാമെഫ്റ്റിനും ഹെറോയിനും അതുപോലെ യാബ എന്ന് പറയുന്ന ഭയങ്കര കൂടിയ ഡ്രഗ്സും നമ്മൾ നോക്കുവാണെങ്കിൽ വടക്ക് കിഴക്ക് ഇന്ത്യയിൽ പിടിക്കുന്നുണ്ട്. നമുക്ക് ന്യൂസ് റിപ്പോർട്ടുകൾ കാണാം, വടക്ക് കിഴക്ക് ഇന്ത്യയിൽ ധാരാളം മയക്കുമരുന്ന് പിടിക്കുന്നുണ്ട്. അതെല്ലാം ഇവിടെ നിന്ന് വരുന്നതാണ്. അത് നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് വടക്ക് കിഴക്ക് വർദ്ധിച്ചു വരുന്ന എയ്ഡ്സ്. അതൊരു വലിയ പ്രശ്നമാണ്. 100 കണക്കിന് 1000 കണക്കിന് കിലോ മയക്കുമരുന്നാണ് വടക്ക് കിഴക്ക് നമ്മൾ പിടിക്കുന്നത്. കാരണം ബോർഡർ ഭയങ്കര പോറസ് ആണ്, കാടും മലയൊക്കെയാണ്, ഫുൾ നമുക്ക് സീൽ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ മണിപ്പൂരും അതുപോലെ നാഗാലാൻഡിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ മയക്കുമരുന്ന് പിന്നെ ആസാം വഴി നമ്മുടെ ഇന്ത്യയിലേക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലും മയക്കുമരുന്നുകൾ വഴിയും ആയുധങ്ങൾ വഴിയും ഈ ചോട്ട ചൈന ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുക? അപ്പോൾ നമുക്കിതിനെ കൗണ്ടർ ചെയ്യാൻ പല രീതികളുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ ബോർഡർ നമ്മൾ ശക്തമായിട്ട് സീൽ ചെയ്യണം. അതായത് നമ്മൾ അവിടുത്തെ അയക്കുമരുന്നും ഡ്രഗ്സും മരുന്നും തടയണം. പിന്നൊന്ന്, നമ്മൾ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ചേർന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനത്ത്, ഇപ്പോൾ മണിപ്പൂരിൽ കുക്കികളൊക്കെ മയക്കുമരുന്നിനെതിരെ ഭയങ്കര നീക്കം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള സംഘടനകളെ ഇന്ത്യ ഗവൺമെൻറ് ശക്തമായിട്ട് സഹായിക്കണം. ഇതുപോലെ മ്യാൻമാറിലും ചില റിബൽ ഗ്രൂപ്പുകൾ മയക്കുമരുന്നിനെതിരെ പൊരുതുന്നവരുണ്ട്. അങ്ങനത്തെ റിബൽ ഗ്രൂപ്പുകൾ നമ്മൾ സഹായിക്കണം. അപ്പോൾ മ്യാൻമാറിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ദേശീയ താല്പര്യത്തിന് സപ്പോർട്ട് ചെയ്യാവുന്ന റിബൽ ഗ്രൂപ്പുകളുണ്ട്. അവർ മയക്കുമരുന്ന് എതിർക്കുന്നവരുണ്ട്. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ബോർഡറിലെ ശ്രദ്ധ കൂടുതൽ ശക്തമാക്കണം. ഇങ്ങനെയെല്ലാമാണ് നമുക്ക് നമ്മുടെ അടുത്തുള്ള ഈ ചോട്ട നാർക്കോ സ്റ്റേറ്റായ ഈ ചോട്ട ചൈനയിൽ നിന്നുള്ള ആയുധങ്ങളും മയക്കുമരുന്നും അവസാനിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ കൺക്ലൂഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും സംശയങ്ങളും രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ സോഷ്യൽ സർക്കിൾസിൽ കൂടുതൽ ഷെയർ ചെയ്യുക.